ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു റിവ്യൂ ചെയ്യാൻ വിചാരിച്ചു. അതായത് നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ തുടരും എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂ ആട്ടോ വിചാരിക്കുന്നത്. അയ്യോ, റിവ്യൂ അല്ല, എൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് ഇന്നലെ 5:30-ക്കാണ് ഞാൻ തുടരും പോയി കണ്ടത് കേട്ടോ. അതിനുശേഷം ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് ഏകദേശം 1 മണി കഴിഞ്ഞു പിറ്റേ ദിവസം. എൻ്റെ പൊന്നെ, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അതെനിക്ക് ഇപ്പോഴും പോയിട്ടില്ല. സ്റ്റിൽ അതിങ്ങനെ നിൽക്കുക. കാരണം എനിക്കൊന്നും കൂടെ കാണുന്നുള്ള ഇത് തോന്നി. അത്രയും വേറെ ലെവലിലാണ് കരിമൂർത്തി ഈ പാട്ട് എടുത്ത് നമുക്ക് തന്നിരിക്കുന്നത്. എൻ്റെ അമ്മ, ഏതാ ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല. നമ്മൾ എവിടെ പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ള ഹുക്കുകളുണ്ട്, ഇങ്ങനെ ചില പോയിന്റുകളുണ്ടല്ലോ നമ്മളിവിടെ പിടിച്ചു നിർത്തുന്നത്. അതായത് നമുക്കൊരു മടുപ്പ് തോന്നിക്കുന്നില്ല. അതായത് ഓരോ സീൻസ് നമുക്ക് ഇപ്പോൾ ഇതെന്താ ഇങ്ങനെയൊന്നും ഒന്നുമല്ല, നമ്മളിങ്ങനെ ഇരിക്കും, കണ്ണ് വരെ ചിമ്മാണ്ട് ഇങ്ങനെ ഇരിക്കും. അത്ര രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള ഡയറക്ഷനാണ് മൂപ്പര് വയസ്സുണ്ടായത് കേട്ടോ. അതേപോലെ എക്സ്പെക്റ്റ് പറയാനുള്ളത് നമ്മുടെ മോഹൻലാൽ. എൻ്റെ സാറേ, എന്താണ് തിരിച്ചു വരവ് എന്നൊക്കെ പറയില്ലേ, നമുക്ക് പണ്ട് നഷ്ടപ്പെട്ടു പോയൊരു മോഹൻലാൽ. നമ്മൾ കുറേ കാലത്തിനിടയിൽ നമുക്ക് വന്ന ഒരു, നമ്മൾ പറയാറില്ലേ, ആ സാധനമാണ് മൂപ്പര്. ഇപ്പം എന്താടാ ഇതിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പെർഫോമൻസ്, ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. മൂപ്പരൊരു കണ്ണുകൊണ്ടൊക്കെയുള്ള അഭിനയം നമ്മൾ പണ്ട് നമ്മുടെ തന്മാത്ര മൂവിയിലൊക്കെ ഇറ്റ്സ് ബാക്ക് മാൻ. അത് പറയാം, അത്രത്തോളം മീൻസ് അദ്ദേഹത്തിൻ്റെ ഇമോഷൻ, അതേപോലെ ആങ്കർ, അതേപോലെ എല്ലാം മീൻസ് നമുക്ക് അവിടെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് അത് ഇവിടെ അടിക്കും. അതി സാധനമാണ് അദ്ദേഹമൊക്കെ. നമ്മൾ ഈവൻ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മോഹൻലാലിൻ്റെയൊക്കെ ഒരു കഴിഞ്ഞ് മീൻസ് ഇതേപോലത്തെ മാസം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അങ്ങനെയൊക്കെ. പക്ഷെ എൻ്റെ അമ്മോ, ഞാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഫാൻ ബോയ് ആയിപ്പോയി എന്നൊക്കെ പറയാം. അത്രത്തോളം അദ്ദേഹം നിറഞ്ഞ് വിളയാടിയിട്ടുണ്ട്. അതേപോലെ അതിൽ 2 പോലീസുകാരുണ്ട്, നമ്മുടെ ബിനു പപ്പു, അതേപോലെ പ്രകാശ് വർമ്മ. മോനെ, പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ റിയാലിറ്റി ആണോ? ഞാൻ ആ പടത്തിൽ ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ അവിടെ ഇങ്ങനെ ഉള്ളതുപോലെ അത് എത്ര പെർഫോമൻസ് ഒക്കെ. എൻ്റെ പൊന്നോ, പറയാൻ വാക്കില്ല. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയിട്ട് കണ്ടിരിക്കേണ്ട ഒരു പടം. ഈവൻ അതിൻ്റെ ഡയറക്ഷൻ ബേസ് ആണെങ്കിലും വിഷ്വൽ ബേസ് ആണെങ്കിലും എഡിറ്റിങ്ങും മ്യൂസിക്കും എന്താ പറയുക, എല്ലാം ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാം. നമുക്കൊരു ലാഗില്ല, എക്സൈറ്റ്മെൻ്റ് അങ്ങ് പീക്ക് എന്നൊക്കെ പറയില്ലേ, ആ ജാതി സാധനമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ പടം ഞാൻ പറയാം, വലിയ പ്രമോഷൻ കാര്യങ്ങൾ പോലും ഒന്നും വരാത്തൊരു പടം. പക്ഷേ പ്രതീക്ഷിച്ചത് നമ്മുടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പടം. കാരണം ശോഭന, മോഹൻലാൽ എന്നുള്ള പഴയ രീതിയിലുള്ള ഒരു കൂട്ടുകെട്ട് നമ്മളത് പ്രതീക്ഷിച്ചത്. പക്ഷേ ശോഭന മാം, അതേപോലെ മോഹൻലാൽ, ഈ പറയുന്ന ആക്ടേഴ്സ് എല്ലാം, അതിലുള്ള ഈവൻ സിംഗിൾ ക്യാരക്ടേഴ്സ് വരെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്, ഒരു രക്ഷയില്ല. ഈവൻ നമ്മുടെ ദൃശ്യമൊക്കെ പോലെ പറയാം, അത്രത്തോളം അടിപൊളി പടമാണ്. മിസ്സാക്കരുത്. തിയേറ്ററിൽ പോയിട്ട് കൂട്ടുകാരായിട്ട് ഫാമിലി ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റും. അതേപോലെ നമ്മൾ മാർക്ക് പോലെ ഒന്നും അങ്ങനത്തെ വയലൻസും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നുമില്ല. വേറെ ലെവൽ പടം, മസ്റ്റ് വാച്ചിടാം. ഓക്കെ, നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താക്കണം ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇടണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.